ഹായ് ഡിയേഴ്സ്, നമുക്ക് പനീർ കൊണ്ടൊരു റോസ്റ്റ് തയ്യാറാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാവേ. എന്നിട്ടതാ ഈ പനീർ ചെറുതായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഒരു സൈഡ് ഒന്നും മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ക്യൂബ്സായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് സവാളയും കുറച്ച് ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഒന്നും കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. പിന്നെ നമ്മളിതാ ഇതിപ്പോൾ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് പനീറൊക്കെ. നമുക്കിനി ഇതങ്ങ് കോരി മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ സെയിം പാനിലേക്ക് തന്നെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതും, ഞാനൊരു വലിയ സവോളയായിരുന്നു എടുത്തത്, പിന്നെ 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതങ്ങ് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കിട്ടുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതങ്ങ് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒരു തക്കാളി അരച്ചതും പിന്നെ ആ ജാറ് കഴുകിയ ഒരു ഇച്ചിരി വെള്ളം കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതാ അതൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണേ. അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി, അപ്പോൾ ഇത്രയും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് ഒന്നും കൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. അപ്പോൾ ഇതാ പിന്നെ നമ്മളത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടി അങ്ങ് മിക്സ് ചെയ്യാം. പിന്നെ നമ്മളിതിലേക്ക് നേരത്തെ നമ്മൾ ആ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ക്യാപ്സിക്കം, പനീർ, ഉള്ളി ഇത്രയും കൂടി ചേർത്ത് നമുക്കിത് ഒന്നുകൂടി അങ്ങ് മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് ചെറിയ തീയിൽ അടച്ച് വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പനീർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തി, പൊറോട്ട, അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ രീതിയിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്